ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ പഴമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കണുള്ളൂ. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കണേ. ഇനിതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓർഗാനിക് ശർക്കരപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തിയേ. നിങ്ങൾ എടുക്കുന്നത് കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച ശേഷം പാനിയാക്കിയിട്ട് അരിച്ചിട്ടൊഴിക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇതായി പഴവും ശർക്കരപ്പൊടിയും കൂടെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴം ഒരുപാട് ഉടഞ്ഞു പോകണ്ട. ഇതുപോലെ ചെറിയ ചെറിയ കട്ടയായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി കൂട്ടിലേക്ക് 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള വേറൊരു കുഞ്ഞ് മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം. ഇതായി നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരികിയതും കൂടെ ചേർക്കാം. ഇനി തേങ്ങയുടെ ഷെയ്ഡൊക്കെ മാറി വരണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാവേ. അതുപോലെ നെയ്യുടെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയം 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തോളൂ. ഈ ഒരു പാകമായ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതായി തേങ്ങയുടെ ചൂടൊക്കെ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെയും ശർക്കരപ്പൊടിയുടെയും ആ ഒരു കൂട്ടിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങയും 1/4 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പലണ്ടി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി തന്നെ ചേർക്കണമെന്നില്ല. ഈ സമയം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്തിയാലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് കുഴഞ്ഞ പാകത്തിനുള്ള മാവായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ചെറിയൊരു കഷ്ണം വാഴയില എടുത്ത ശേഷം അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് കനം കുറഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഒരുപാട് കട്ടിയിൽ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് കഴിഞ്ഞും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കനം കുറഞ്ഞിട്ട് തയ്യാറാക്കുമ്പോഴാണ്. ഇനി ഇത് 4 സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ എടുക്കണ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് കൂടി എടുക്കുവാണെങ്കിൽ ഇതുപോലെ മടക്കി കൊടുക്കണ സമയത്ത് ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല. എല്ലാതും തന്നെ ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും നമുക്കിത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ കട്ടി അനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലും വ്യത്യാസം വരാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ ഗോതമ്പ് പൊടിയും പഴവും ഒക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം. ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള പഴത്തിൻ്റെ ഫ്ലേവറായിരിക്കും ഇതിന് മുന്നിട്ട് നിൽക്കുക. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ പലഹാരമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്